ജീവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ മദ്യപാനം കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോകുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ മദ്യപിച്ച് കുടുംബവും ജീവിതവും എല്ലാം നശിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് പടം. കാരണം ഇന്നത്തെ ജനത കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. ഗോവിന്ദൻകുട്ടി തിരക്കിലാണെന്ന സിനിമയ്ക്ക് ശേഷം വിനോദ് നാരായണ സാറിൻ്റെ ഒരു സിനിമ തന്നെയാണ്. നല്ല പാട്ടുകൾ, ബീച്ചും എല്ലാം ഉള്ളൊരു മൂവി. പിന്നെ ഇതിനകത്ത് അപ്പ എന്ന സിനിമയിൽ നായികയായിട്ട് എത്തിയ കുട്ടിയാണ് ഈ പടത്തിൽ എത്തിയിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസാണ്. അതുപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വ്യത്യസ്തമായ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് പുതുമുഖം എന്ന് പറയില്ല, എല്ലാവരും അടിപൊളി. പിന്നെ ക്യാമറമാനായിട്ട് എത്തി വന്ന ആൾ തന്നെയാണ് ഇതിൽ നായകനായിട്ട് വന്ന്. ഇതിൽ നല്ല പാട്ടുകളുണ്ട്, ഫീൽ ചെയ്യുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, മദ്യപിക്കുന്നവർ ഈ സിനിമ കണ്ടാൽ ഒരുപക്ഷെ നിർത്തും. കാരണം മദ്യപിക്കാം, ഓവറായിട്ട് മദ്യപിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിതം തന്നെ കുടുംബമാണ് വലുത്, കുടുംബമാണ് അല്ലേ, കുടുംബമാണ് വലുത്. അപ്പോൾ കുടുംബമാണ് വലുതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും സിനിമ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ മദ്യപാനത്തിന് എതിരെ ഉള്ളൊരു സിനിമ തന്നെയാണ് ജീവൻ. എന്തായാലും കണ്ടവരെല്ലാം ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു പോയി. സൂപ്പർ സിനിമ, നല്ല പാട്ടുകൾ, അതുപോലെ നല്ല ഡയറക്ഷൻ, നല്ല ക്യാമറ വർക്ക്, നല്ല ആക്ടിങ്, ബോറടി ഇല്ലാണ്ട് കണ്ടിരിക്കാവുന്ന ഒരു നല്ല മൂവിയാണ്. ഒരു സീനുണ്ട് അതിനകത്ത്, എൻ്റെ പൊന്നെ, ആ പുള്ളി ഇങ്ങനെ ആ നായകൻ വെള്ളം അടിച്ച് കിടക്കുമ്പോൾ ഒരു പട്ടി വന്ന് മൂത്രം ഒഴിക്കുന്നുണ്ട്. പട്ടി വന്നിട്ട് അല്ലേ ആ മുഖത്ത് നക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ കുടിയൻ കിടക്കുമ്പോൾ അതൊക്കെ ആ നായകൻ ശരിക്കും വർക്കൗട്ട് ചെയ്ത് അഭിനയിച്ചതാണ്. കാരണം പുള്ളിക്ക് അത് ചെയ്തുകൊണ്ട് പുള്ളിക്ക് അതുപോലെ വേറെ സംഭവമുണ്ട്. കാരണം പുള്ളിയുടെ ചിന്തയിൽ വേറെ ആൾ ഇടിക്കുന്നുണ്ട്, മറ്റൊരാളുണ്ടെന്ന് ആ മദ്യത്തിൻ്റെ പേരിൽ അത് തന്നെ ഇടിക്കുന്നുണ്ട്. ആ സീനൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്തതെന്നറിയോ. ഗംഭീരം പടം. പട്ടി ഒറിജിനൽ തന്നെ ഒറിജിനൽ അത് വൈറലായിരുന്നു അതിൻ്റെ സംഭവം. പാട്ടും ഗംഭീരമാണ്. അപ്പോൾ ജീവൻ സിനിമ കാണുക എല്ലാവരും. മദ്യപാനമൊക്കെ കുറച്ച് നല്ല ലൈഫായിട്ട് മുന്നോട്ട് പോവുക. കുടുംബമാണ് വലുത്. അപ്പം നമ്മൾ മദ്യപാനത്തെ കുറച്ചൊക്കെ ആവും, ഒരു സന്തോഷമൊക്കെ ആവും, പക്ഷെ ഓവറാവരുത്. ഒരു സന്ദേശം തന്നെയാണ് പടം. ജീവൻ നല്ല സിനിമ. ഇതൊരു DOP ആണ്. വേറൊരു DOP അഭിനയിച്ച പടം, DOP ക്യാമറ ചെയ്ത് DOP നായകനായിട്ട് അഭിനയിച്ച പടത്തെക്കുറിച്ച് DOP ഇറങ്ങിയതിപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ എക്സൈറ്റിംഗ് ഇപ്പോൾ വിട്ടിട്ടില്ല. സിനിച്ചേട്ടൻ്റെ ആക്ടിങ് സൈഡ് ഇതുവരെ കണ്ടായിരുന്നില്ല. പുള്ളി ഒരു സിനിമാറ്റോഗ്രാഫർ, ഇപ്പോൾ അഡാർ ലവ്, ഹാപ്പി ബണി, അതിലൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ സിനിമാറ്റോഗ്രാഫി ലെവലിലേ എനിക്ക് അറിയുള്ളൂ. ഒന്നാമത് ഇങ്ങനെയൊന്നും ഇൻ്റർവ്യൂ എടുത്ത് ശീലമൊന്നുമില്ല, ക്യാമറയ്ക്ക് പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പറയാതിരിക്കാൻ കഴിയില്ല, പുള്ളി അക്ഷരത്തിൽ നിന്ന് എത്തിച്ചു. നമ്മൾ വള്ളം പോലത്തെ ഒരുപാട് മൂവീസ് നമുക്ക് ഇതിനൊക്കെ ഇൻസ്പയർ, പക്ഷേ ഇത് പുള്ളിയുടെ പെർഫോമൻസ് ഈസ് ഓസം. ഒരു രക്ഷയില്ല, എടുത്ത് പറയേണ്ടതന്നെ. നടനയൊക്കെ ആയിക്കോട്ടെ നെട്ടിച്ചു, അക്ഷരത്തിൽ നെട്ടിച്ചു. ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനത് DA നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഭാഗങ്ങളെ കണ്ടു, പക്ഷേ ഇത്രത്തോളം ഫുൾ ടൈം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫീലായി. ഇത് എനിക്ക് ഫീലായി. ഞാൻ അതല്ല, ഈ DOP ചെയ്ത സിനു സിദ്ധാർത്ഥ് നായകനായിട്ട് അഭിനയിക്കാൻ പുള്ളി 2 കാര്യങ്ങളെ പടത്തില്ല. നായകനാകും സിമിൾട്ടേനിയസ്ലി പുള്ളി ക്യാമറാമായിട്ട് വർക്ക് ചെയ്തു. ശരിക്കും 2 കാര്യങ്ങൾ ചെയ്തിട്ടും പുള്ളി ആ ഒരു ക്യാരക്ടറിനെ ജീവൻ എത്രത്തോളം പ്രേക്ഷകരെ സിനിമാറ്റോഗ്രാഫി ലെവലിൽ ഇഷ്ടപ്പെട്ടു. നമുക്കിവിടെ കേരളത്തിൽ ആദ്യം റോപ്പ് ക്യാമറ അങ്ങനെ ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് പുള്ളി. ഒരുപാട് ടെക്നിക്കലി പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ആ ആളിൽ നിന്ന് ഇങ്ങനൊരു പരിപാടി ഉണ്ട് നമ്മൾ അറിഞ്ഞില്ല. അത് ശരിക്കും തട്ടില്ല. ഇപ്പൊ വിളിക്കാൻ പുള്ളിന് ഇതിന്റെ കൈ വിറക്കെ ഇവരുടെ അടിച്ചാൽ ശരിക്കും ഡൗൺ ടു എർത്ത് പടം കണ്ടില്ലേ? ആ അഴിച്ചാലെങ്കിൽ ശരിക്കും റിയലി ആയി ഷൂട്ട് ചെയ്താ. ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യില്ലേ. അപ്പോൾ അതൊക്കെ പുള്ളി അതിനോട് എഫേർട്ട് ഇട്ടതിൽ ശരിക്കും കാണാനുണ്ട്. ഭയങ്കര താങ്ക് യു സിൻചേട്ടാ, ഇങ്ങനത്തെ നല്ലൊരു പടം തന്നതിന്. എനിക്ക് സോങ് മതിലേക്കെന്നുള്ള സോങ്ങിന് മുമ്പത്തെ പുള്ളി വെള്ളത്തിന് പൊക്കി എടുക്കുന്നില്ലേ സിനിമ, മറ്റേ വെള്ളത്തിൽ മറിഞ്ഞു. ശരിക്കും നമുക്ക് അറിയാതെ നമ്മൾ കരഞ്ഞു പോകും. ശരിക്കും വല്ലാത്തൊരു ഫീലായിരിക്കും. അത് പറഞ്ഞല്ല, ആളുകൾ വന്ന് പ്രേക്ഷകർ വന്ന് നേരിട്ട് കണ്ടാൽ തന്നെ ഇത് ഫീൽ ചെയ്യും. വിനോദ് നാരായണൻ സംവിധായകൻ, ഗോപി സുന്ദരൻ മ്യൂസിക്, അഭിനയിച്ച പ്രീതി കൃഷ്ണ, അതിന്റെ റൈറ്റർ തോന്നുന്നില്ലേ, നന്നായിട്ട് നല്ല ഫീലുള്ള പടം. ഓക്കെ